ഷോലെ ഇന്ത്യൻ സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ തന്നെ സിനിമ ആരാധിക്കുന്നവർക്ക് അറിയാവുന്ന പേര്. ഈ ഷോലെ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ റിലീസായിട്ട് 50 വർഷങ്ങൾ തികയാണ്. 1975 ഓഗസ്റ്റ് 15-നാണ് ഷോലെ തിയേറ്ററുകളിൽ എത്തിയത്. ഷോലയെ കുറിച്ച് നമുക്കറിയാത്തതും അറിയാത്തതുമായ ചില കാര്യങ്ങൾ സംസാരിക്കാം. വെൽക്കം ടു സനിതോ. ഷോലെ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് രമേശ് സിപ്പി ആയിരുന്നു. അന്ന് ഈ ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. ഏതാണ്ട് 3 കോടി രൂപ മുടക്കിയാണ് ഷോലെ അന്ന് തിയേറ്ററുകൾ എത്തിച്ചത്. അതിനകത്ത് നമുക്ക് കണ്ടാൽ അറിയാം, ഠാക്കൂറിന്റെ ഗ്രാമമായിട്ട് കാണിക്കുന്നതൊക്കെ സെറ്റ് ഇട്ടതാണ്. അത് ഹൈദരാബാദിലോ മറ്റോ ആണ് സെറ്റ് ഇട്ടത്. അന്നത്തെ കാലത്ത് കൂടുതൽ സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്നത് സ്റ്റുഡിയോകളിലായിരുന്നു. സെറ്റൊക്കെ ഇട്ട് വരുന്ന ആദ്യകാല സിനിമകളിൽ ഒരെണ്ണമായിരുന്നു ഷോലെ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. 1975 3 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആ ചിത്രം എത്രത്തോളം വലിപ്പമുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളുമായിട്ട് വരുന്ന ചിത്രമായിരുന്നു ഷോലെ. ഷോലയിൽ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ, നമുക്ക് പലർക്കും ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കും. അതിന്റെ കാസ്റ്റിംഗിലേക്ക് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാസ്റ്റിംഗ് ആയിരുന്നില്ല ഈ ചിത്രത്തിന് ആദ്യം എന്നാണ് കേട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് അതിലെ ഠാക്കൂറിന്റെ റോൾ ചെയ്ത സഞ്ജീവ് കുമാർ, അദ്ദേഹത്തിന് ആദ്യം ധർമ്മേന്ദ്രയുടെ വേഷമായിരുന്നു. അതേപോലെ അമിതാഭ് ബച്ചന്റെ വേഷം ആദ്യം ശത്രുഘ്നൻ സിൻഹയ്ക്കായിരുന്നു. അതേപോലെ ഠാക്കൂറിന്റെ വേഷമായിരുന്നു ധർമ്മേന്ദ്രയ്ക്ക്. എന്നാൽ ഹേമ മാലിനിയും ജയ ബാദുരിയും, അതായത് റെസ്പെക്റ്റീവ്ലി അമിതാഭ് ബച്ചന്റെ വൈഫും ധർമ്മേന്ദ്രയുടെ വൈഫും, അത് അന്നത്തെ കാലത്ത് അവരുടെ കാമുകിമാര്, ഇവരാണ് ചിത്രത്തിലെ നായികമാർ എന്നറിഞ്ഞപ്പോൾ ധർമ്മേന്ദ്രയ്ക്ക് ഉടനെ വീരുവിന്റെ റോള് വേണമെന്നായി ആവശ്യം. ധർമ്മേന്ദ്ര അന്ന് ഭയങ്കര സ്റ്റാർ വേണ്ടിയുള്ള ഒരു നടനാണ്. അമിതാഭ് ബച്ചനും പേരെടുത്ത് വരുന്ന ഒരു ടൈമാണ്. കൂടാതെ ജയുടെ റോള് അമിതാഭ് ബച്ചൻ ചെയ്യണമെന്ന് ധർമ്മേന്ദ്ര നിർബന്ധം പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെയർ കാസ്റ്റ് മാറി വന്ന പടമാണ് ഷോലെ. എന്നാൽ അതുകൊണ്ടൊന്നും ആ ചിത്രത്തിന് ഒരു രീതിയിലുള്ള ദോഷം ഉണ്ടായില്ല. നമുക്കറിയാലോ ജയിനെയും വീരുവിനെയും നമ്മൾ എത്രത്തോളം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളത്. എന്നാൽ ഈ ശത്രുഘ്നൻ സിൻഹ, അതായത് ശരിക്കും ജയുടെ റോൾ ചെയ്യാനിരുന്ന ശത്രുഘ്നൻ സിൻഹ, നമുക്ക് എല്ലാവർക്കും അറിയാം സോനാക്ഷി സിൻഹയുടെ ഫാദറാണ്. പുള്ളിക്കാരൻ അമിതാഭ് ബച്ചനുമായി അതോടെ ഒരു ചെറിയൊരു സ്വരച്ചേർച്ച വന്നിരുന്നു എന്നൊക്കെ ആ കാലത്ത് വലിയ ന്യൂസുകളായിരുന്നു. പിന്നീട് ഇതേ ഡയറക്ടറുടെ തന്നെ, ഇതേ പ്രൊഡക്ഷൻ ടീമിന്റെ തന്നെ ഷാൻ എന്ന് പറയുന്ന 1980 ഇറങ്ങിയ ഷാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ശത്രുഘ്നൻ സിൻഹയും അമിതാഭ് ബച്ചനും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. എന്നാൽ ആ ചിത്രത്തിൽ അഭിനയിക്കണമെങ്കിൽ അമിതാഭ് ബച്ചനേക്കാൾ 1 രൂപയെങ്കിലും പ്രതിഫലം കൂടുതൽ കിട്ടിയാൽ മാത്രമേ താൻ ഈ ചിത്രത്തിൽ അഭിനയിക്കൂ എന്നാണ് ശത്രുഘ്നൻ സിൻഹ പറഞ്ഞത്. അങ്ങനെ അമിതാഭ് ബച്ചനേക്കാൾ കൂടിയ പ്രതിഫലം മേടിച്ചാണ് ശത്രുഘ്നൻ സിൻഹ ഷാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ കാരണവും ഷോലെ പോലുള്ള ഒരു ചിത്രം തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായതാണ് എന്നും പറയപ്പെടുന്നു. തിരിച്ച് ഷോലയിലേക്ക് വരുമ്പോൾ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ, ഒരു ഠാക്കൂർ, അദ്ദേഹത്തിന് തന്റെ കടമ നിർവഹിക്കുന്നതിനിടയിൽ ഗബ്ബർ സിംഗ് എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളനുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിന് ഫാമിലിയിലും ജീവിതത്തിലും ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ 2 കൈകൾ നഷ്ടപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന് തന്റെ മകൻ പോലും ഗബ്ബർ സിംഗാൽ കൊല്ലപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി തന്റെ ഇടവും ബലവുമായി വരുന്ന 2 ക്രിമിനൽസ്, അവരാണ് ജയ് വീരു, അവരെ വെച്ച് തന്റെ 2 കൈകൾ ഉപയോഗിച്ച് വില്ലനെ കൊല്ലുന്നത് പോലെ പ്രതീകാത്മകമായുള്ള അദ്ദേഹത്തിന്റെ പ്രതികാരം, ഠാക്കൂറിന്റെ പ്രതികാരമായിരുന്നു ഷോലെ എന്ന് പറയുന്ന ചിത്രം. അതായത് ശരിക്കും ഈ ചിത്രത്തിലെ നായകൻ സഞ്ജീവ് കുമാർ അവതരിപ്പിച്ച ഠാക്കൂർ തന്നെ. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ എടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ഠാക്കൂറായി സഞ്ജീവ് കുമാർ, അതുപോലെ ജയ് വീരുവായി ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ, ഗബ്ബറായി അംജദ് ഖാൻ, കൂടാതെ ബസന്തിയായി ഹേമ മാലിനി, ജയ ബച്ചൻ, എല്ലാവരും വന്ന, ഈവൻ ഒരു ചെറിയ റോളിൽ വന്ന ജഗ്മോഹൻ പോലും, സാംബ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ജഗ്മോഹൻ പോലും എന്താ പറയാ, പകരക്കാരനില്ലാത്തൊരു, റീപ്ലേസ്മെന്റ് ഇല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോയ ചിത്രമായിരുന്നു ഷോലെ എന്ന് പറയുന്ന ചിത്രം. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിൽ ആദ്യം ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം നേരെ തിയേറ്ററിൽ ഒരു രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാതെ ഓടിയ ചിത്രമായിരുന്നു ഷോലെ. പല തിയേറ്ററുകളും ചിത്രത്തെ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നപ്പോഴും ചില തിയേറ്ററുകൾ മാത്രമാണ് ഷോലെ ക്ലിക്കാവുമെന്നും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ ഹോൾഡ് ചെയ്തത്. കാരണം ഈ ചിത്രം ആദ്യം കണ്ടപ്പോൾ ഇന്ന് നമ്മൾ പാടിപ്പോഴുത്തുന്ന ഗബ്ബർ എന്ന് പറയുന്ന വില്ലൻ എല്ലാവർക്കും ഒരു കോമഡി പീസായി മാറുകയായിരുന്നു. അതേപോലെ ഇമോഷൻസ് ഒന്നും അത്രയും ജനങ്ങളിലേക്ക് കണക്റ്റ് ആയില്ല. എന്നാൽ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംഗതി മാറി തുടങ്ങി. ബോംബെ തെരുവുകളിലെല്ലാം ഷോലയെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി. അരയോ സാമ്പ എന്നുള്ള ഡയലോഗും ജയ് വീരുവിന്റെ ഹേ ദോസ്തി എന്നുള്ള പാട്ടും എല്ലാം ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഷോലെ
ജനങ്ങളെ ഏറ്റെടുത്തു. പിന്നീട് ആ ഏറ്റെടുത്ത ഷോലെ എന്ന് പറയുന്ന ചിത്രം ഏതാണ്ട് 5 വർഷത്തോളമാണ് തിയേറ്ററുകളിൽ പല തിയേറ്ററുകളിലും കളിച്ചത്. 1980 വരെ ഈ ചിത്രം തിയേറ്ററിൽ കളിച്ചു എന്ന് റിപ്പോർട്ടുകളുണ്ട്. 3 കോടി മുടക്കുമുതലിൽ ഇറങ്ങിയ ചിത്രം ഏറെക്കുറെ 60 കോടിയോളം കളക്ഷൻ നേടിയെന്നാണ് പല റെക്കോർഡുകളും പറയുന്നത്. അതായത് ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ ഷോലെ കാണണം എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ചിത്രം വളർന്നു.